സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന എക്സിറ്റ് പോളുകൾ തള്ളിയ CPIM ഉത്കണ്ഠയില്ല എന്നാണ് നേതാക്കളുടെ പ്രതികരണം. എന്നാൽ ജനഹിതമാണ് എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിച്ചതെന്നാണ് UDF നേതാക്കളുടെ വാദം. മികച്ച വിജയം UDFനുണ്ടാകുമെന്ന് ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം ഫലം വരുമ്പോൾ നേട്ടമുണ്ടാക്കുന്ന പാർട്ടി BJP ആകുമെന്നാണ് PK ഷനാസിന്റെ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു എക്സിറ്റ് പോളിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്ന വസ്തുതകളാണ്. ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. ഒരു സീറ്റ് ഈ കേരളത്തിൽ BJPക്ക് ലഭിക്കാൻ പോകുന്നതല്ല. ഞങ്ങളുടെ ഒരു അസസ്മെന്റും എക്സിറ്റ് പോളിന്റെ റിസൾട്ടും നോക്കുമ്പോൾ രണ്ടും ഏതാണ്ട് തുല്യ. UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പിണറായി വിജയൻ അങ്ങനെ വലിയ മുൻതൂക്കം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മുൻതൂക്കം ഉണ്ടെങ്കിൽ ആ പാർട്ടി ജയിക്കണ്ടേ. ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. 8-9ഓളം ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDFിൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഒരു UDF തരംഗം അത് കേരളത്തിൽ കാണാനില്ല. മറിച്ച് LDFനെ തോൽപ്പിക്കാൻ എവിടെയൊക്കെയാണോ NDAക്ക് സാധിക്കുന്നത് അവിടെ ജനങ്ങൾ NDAയോടൊപ്പം BJPയോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് സൂചന. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന പാർട്ടി BJPയും മുന്നണി NDAയുമായിരിക്കും. വിശദാംശങ്ങളുമായി TV പ്രസാദും ആർ ഷിബാലും VS രഞ്ജിത്തുമാണുള്ളത്. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ LDF എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നു തന്നെയാണോ പറയുന്നത്? അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ വിജയിക്കാനുള്ള കണക്കുകൾ, ആ കണക്കുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? സ്മൃതി, അങ്ങനെയാണ്. എക്സിറ്റ് പോളിൻ്റെ കണക്കുകൾ പുറത്തു വരുന്ന സമയത്ത്, സീറ്റുകൾ പറയുന്ന സമയത്ത് വലിയ മുന്നേറ്റം UDFന് കൊടുക്കാത്തത് കൊണ്ട് തന്നെ LDF ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നു എന്നുള്ളതാണ് പരസ്യമായിട്ടെങ്കിലും. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് അക്കാര്യം പറയുകയും ചെയ്തത്. അതായത് ഇത്തരം എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് 60 മുതൽ 69 വരെ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അതിനർത്ഥം ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ തുടർഭരണത്തിലേക്ക് എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം MV ഗോവിന്ദൻ പറയുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത്, തെരഞ്ഞെടുപ്പിന് ശേഷം UDF പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം ഒരു ഘട്ടത്തിൽ പോലും CPIMോ അല്ലെങ്കിൽ LDFിൻ്റെ മറ്റ് നേതാക്കളോ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജയിക്കും എന്നതിലുപരിയായി മറ്റൊരു തലത്തിലേക്കും ആ ഒരു ചർച്ച പോയില്ല. പക്ഷേ മുഖ്യമന്ത്രി ചർച്ച വളരെ സജീവമായി UDFിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകളിൽ LDF വിശ്വസിക്കുന്നില്ല. അതിനർത്ഥം തുടർഭരണത്തിലേക്കുള്ള സാധ്യതയായിട്ട് തന്നെയാണ് പുറമേയെങ്കിലും നേതാക്കൾ പറയുന്നത്. സ്മൃതി.